ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു പ്രധാന ടോപ്പിക്കിനെ കുറിച്ചാണ്. എല്ലാവരും ഇതിൻ്റെ സ്റ്റാർട്ട് മുതൽ അവസാനം വരെ കേൾക്കണം. എങ്കിൽ മാത്രമേ ഇതിൽ കണ്ടൻ്റ് കാര്യങ്ങൾ എന്താണ് ഞാൻ പറയുന്നതെന്ന് മനസ്സിലാവാൻ പറ്റൂ. അപ്പം ഇത് വാട്ട് ഈസ് ഡിമെൻഷ്യ ആൻഡ് പ്രിവെൻഷൻ, മറവി രോഗം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. അത് എന്താണ്, അതിൻ്റെ പ്രിവെൻഷനുള്ള ടിപ്പുകൾ എന്തൊക്കെയാണ്, ഇതാണ് ഞാൻ ഈ വീഡിയോ കൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം അസുഖങ്ങളൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും മെഡിക്കൽ പ്രൊഫഷണൽസുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക, അവരുടെ അഡ്വൈസ് തന്നെ തേടുക. ഇത് ഞാൻ മെഡിക്കൽ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് അത് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുകയാണ്. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഡിമെൻഷ്യ എന്ന് പറയുന്നത് ഒരു ഒറ്റ രോഗമല്ല, ഡിസീസ്, ബട്ട് ജനറൽ ടേം. ഈ മറവി രോഗത്തിന് പൊതുവേ പറയുന്ന, ജനറലായിട്ട് പറയുന്ന ഒരു ടേമാണ് ഡിമെൻഷ്യ എന്ന് പറയും. ഇത് ഈ അസുഖം വരുമ്പോൾ ഇറ്റ് അഫക്ട്സ് മെമ്മറി, തിങ്കിങ്, ലാംഗ്വേജ്, ജഡ്ജ്മെൻറ്റ്, ബിഹേവിയർ. ഇത് ഈ മറവി രോഗം വരുന്നവർക്ക് മെമ്മറി ലോസ് ആവും, അവർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മറന്നു പോകും. പിന്നെ ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ള കപ്പാസിറ്റി, അതിൻ്റെ എബിലിറ്റി നഷ്ടപ്പെടും. ലാംഗ്വേജ്, ഭാഷകൾ, അല്ലെങ്കിൽ അത് തക്ക സമയത്ത് എന്നത് പറയണമെന്ന് അറിഞ്ഞൂടെ പല റോങ്ങായിട്ടുള്ള ലാംഗ്വേജസൊക്കെ യൂസ് ചെയ്യും. അതവർ ഇൻറ്റൻഷനലി ചെയ്യുന്നതല്ല. ജഡ്ജ്മെൻറ്റ്, ഒരു ജഡ്ജ്മെൻറ്റ് കറക്റ്റായിട്ട് എടുക്കാനുള്ള എബിലിറ്റി നഷ്ടപ്പെടുന്നു. ബിഹേവിയർ, അവരുടെ ബിഹേവിയറിലുമൊക്കെ വ്യത്യസ്തത കാണാം നോർമൽ ആൾക്കാരും താങ്കൾ. അപ്പം ഡിമെൻഷ്യ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്, അത് ബ്രെയിൻ സെല്ലുകൾ, ബ്രെയിനിലെ കോശങ്ങൾ ഡാമേജ് ആവുമ്പോൾ അത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, മറ്റുള്ള മെമ്മറി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബ്രെയിൻ സെല്ലാണ് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. അപ്പം ബ്രെയിൻ സെല്ല് ഡാമേജ്, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ക്ഷതം, അല്ലെങ്കിൽ അത് നശിക്കുമ്പോൾ, അല്ലെങ്കിൽ അത് ഡാമേജ് ആകുമ്പോഴാണ് ഇത് ഇങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടാകുന്നത്. പ്രധാനപ്പെട്ട മറവി രോഗത്തിൽ പല പേരുകളിൽ, ഒന്ന് നമ്മൾ കോമൺ ആയിട്ട് കാണുന്നതാണ് അൽഷിമേഴ്സ് എന്ന് പറയും. ഇത് കോമൺ, നമ്മുടെ ചുറ്റും കാണുന്നതാണ്. പിന്നെ വേറെ ഒരു മറവി രോഗത്തിൻ്റെ വേറൊന്ന് പേരാണ് വാസ്കുലാർ ഡിമെൻഷ്യ. വാസ്കുലാർ ഡിമെൻഷ്യ എന്ന് പറഞ്ഞാൽ ചിലർക്കൊക്കെ ഈ സ്ട്രോക്കുകളൊക്കെ വരാറുണ്ട്. സ്ട്രോക്കുകളൊക്കെ വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഫലമായിട്ട് ഈ ബ്രെയിൻ സെല്ലുകൾ ഡാമേജ് ആവാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അതിന് വാസ്കുലാർ ഡിമെൻഷ്യ എന്ന് പറയും. അടുത്ത വേറെ ഒരു പേരുണ്ട് ലെവി ഡിമെൻഷ്യ. ദെൻ ഇൻഫെക്ഷൻസ് ഒക്കെ വരുമ്പം ഈ HIV, സിഫിലിസ് ഇതുപോലെയുള്ള അസുഖങ്ങൾ വരുമ്പോൾ അത് ബ്രെയിൻ സെല്ലുകളെ ഡാമേജ് ആക്കുന്ന, അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഡിമെൻഷ്യയ്ക്ക് പറയുന്ന പേരാണ് ഇൻഫെക്റ്റഡ് റിലേറ്റഡ് ഡിമെൻഷ്യ. ദെൻ ക്രോണിക്, ആൽക്കഹോൾ റിലേറ്റഡ് ആയിട്ട് സംഭവിക്കാം. ഓവർ കൺസംപ്ഷൻ ഓഫ് ആൽക്കഹോൾ ബ്രെയിൻ സെല്ലുകളെ ഡാമേജ് ചെയ്യുന്നു. പിന്നെ സെർട്ടൈൻ മെഡിക്കേഷൻസ്, ചില മരുന്നുകളുടെ പാർശ്വഫലങ്ങൾ മുഖാന്തരം അത് ഇങ്ങനെ സംഭവിക്കാറുണ്ട്, ബ്രെയിൻ സെൽ ഡാമേജ് ആവുന്നു. ദെൻ ദ ലാക്ക് ഓഫ് വൈറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ട്. ഇങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങളുണ്ട് ഇത് വരാനുള്ള. അപ്പോൾ ഈ അസുഖങ്ങൾ വരുമ്പോൾ അവരുടെ ഏർലി സിംറ്റംസാണ് ഞാൻ പറയുന്നത്. ഇതിൻ്റെ തുടക്കത്തിൽ ഇവരുടെ സിംറ്റംസ് ഇതായിരിക്കും: ഫർഗറ്റിംഗ് റീസെൻറ്റ് ഈവർ ഓർ കോൺവെർസേഷൻ. നമ്മൾ പെട്ടെന്ന് ഇപ്പം നടന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിയുന്നേ ഉള്ളൂ, പെട്ടെന്ന് അവർ മറന്നു പോകും. അതുപോലെ തന്നെ ഒരു കാര്യം നമ്മൾ ഒരാളുമായിട്ട് പറഞ്ഞിട്ട് ഇപ്പോൾ അവർ പറയാം ഞങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞില്ലെന്ന് പറയും. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മറവി രോഗത്തിൻ്റെ ഉള്ളതിൻ്റെ ബിഗിനിങ് സ്റ്റേജാണത്.
പിന്നെ അടുത്ത ഏർലി സിംറ്റംസ് എന്ന് പറയുന്നത് ഗെറ്റിംഗ് ലോസ്റ്റ് ഇൻ ദ ഫാമിലി. നമ്മൾ സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നതായിരിക്കും, അവിടെ സ്ഥിരമായിട്ട് ഒറ്റയ്ക്ക് പോകാനും തിരിച്ചു വരാനൊക്കെ അറിയാം. പക്ഷേ ഈ മറവി ഇത് സംഭവിക്കുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഒരു പുതിയ ലോകം പോലെ തോന്നും. അവരൊക്കെ അവിടെ ഒന്നും ഒരു പരിചയമില്ലാത്ത പോലെയൊക്കെ പറയും. സെക്കൻഡ് ഏർലി സിംറ്റമാണ്. ദെൻ ട്രബിൾ വിത്ത് പ്ലാനിങ് ഓർ ഓർഗനൈസിങ്. അവരെല്ലാ കാര്യങ്ങളും പല കാര്യങ്ങളിലും പല സംഘടനകളിലുമൊക്കെ നല്ലതുപോലെ പ്രവർത്തിച്ച് എല്ലാ കാര്യങ്ങളുമൊക്കെ ഓർഗനൈസ് ചെയ്തുകൊണ്ട് ഇരുന്ന ആൾ പെട്ടെന്ന് അവർക്ക് ഇതിൻ്റെ ഈ കേപ്പബിലിറ്റീസ് ഇതെല്ലാം അങ്ങ് നഷ്ടമാകുന്ന. ദെൻ ലാംഗ്വേജ് ഡിഫിഷ്യൻസി. ലാംഗ്വേജ് ഓരോ സന്ദർഭത്തിൽ ഏതൊക്കെ ഭാഷകളും എന്തൊക്കെ സംസാരിക്കണമെന്നുള്ള ആ ഒരു അത് അവർക്ക് നഷ്ടമാകുന്നു. പെട്ടെന്ന് അവരുടെ മൂഡ് ചേഞ്ച് ആവും, പെട്ടെന്നൊക്കെ വയലൻ്റ് ആവും, ചിലപ്പം ഹാപ്പി ആവും, ചിലപ്പം കരയും. ഇങ്ങനെയൊക്കെ ഉള്ള ഇതൊക്കെ അവരുടെ ഏർലി സിംറ്റംസ് ആണ്. ഇതിൻ്റെ പ്രിവെൻഷൻ ടിപ്പുകളാണ് പറയുന്നത്. ഇപ്പോൾ ഇത് മെഡിക്കൽ എക്സ്പെർട്ടുകൾ പറയുന്നത് ഇത് വന്ന് സംഭവിച്ചാൽ ഇതിൻ്റെ ഒരു ഗ്യാരണ്ടി ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഇല്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് വരുന്നതിന് മുമ്പേ നമുക്ക് ചെയ്യാനുള്ള ചില കാര്യങ്ങൾ ടിപ്പുകൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ലൈഫ് സ്റ്റൈലുകൾ അത് ചേഞ്ച് ചെയ്ത് നമുക്കിതിൻ്റെ റിസ്ക് കുറച്ച് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ ബ്രെയിൻ വളരെ ആക്റ്റീവായിട്ട് ഇരിക്കണം. ബ്രെയിൻ എക്സസൈസ്, അതുപോലെ തന്നെ ശരിക്ക് റീഡ് ചെയ്യണം. ഈ പസിൽസൊക്കെ ഉണ്ട്, ബ്രെയിൻ ഇത് ചെയ്യുന്ന ചില ഗെയിമുകളൊക്കെ ഉണ്ട്. അത് ലേൺ എവറി ഡേയിലും എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിച്ച് ഇങ്ങനെ ബ്രെയിനെ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കണം. അത് എല്ലാ കാര്യത്തിലും പറയുന്ന പോലെ തന്നെ ഫിസിക്കലി ആക്റ്റീവ് ആവണം. അത് വളരെ ആവശ്യമാണ്. നമ്മളെ ശരീരത്തിന് ആവശ്യമുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ആക്ടിവിറ്റീസ് വളരെ അനിവാര്യമാണ്. അതുകൊണ്ട് ഒരു റെഗുലറായിട്ട് ഒരു ചെറിയ തോതിൽ എക്സസൈസുകൾ ചെയ്യുക. അത് ഇതിൻ്റെ തീവ്രത കുറയ്ക്കുന്നതിന് സഹായിക്കും. അത് എക്സസൈസ് ചെയ്യുമ്പം ബ്രെയിനിലേക്ക് നല്ല രീതിയിലുള്ള ബ്ലഡ് ഫ്ലോ ഒക്കെ ഉണ്ടാവും, അതിന് ഓക്സിജൻ കിട്ടും. അപ്പോൾ അതാണ് അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്, എക്സസൈസ് ചെയ്യണമെന്ന് പറയുന്നത്. ആഹാരങ്ങൾ, നല്ല ഹെൽത്തി ഡയറ്റുകൾ നമ്മുടെ നിത്യ ഭക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കണം. അതായത് നമ്മൾ പല വീഡിയോയിലും ഞാൻ പറഞ്ഞതുപോലെ തന്നെ നല്ല ഫ്രൂട്ട്സും വെജിറ്റബിളും നട്ട്സും ഫിഷുകൾ ഇങ്ങനെയൊക്കെയുള്ള നല്ല ഹെൽത്തി ഫുഡുകൾ ഡെയിലി ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കുക. ഈ റിസ്ക് കുറച്ച് റെഡ്യൂസ് ചെയ്യുക. പിന്നെ പറയുന്നത് റിസ്ക് റെഡ്യൂസ് ചെയ്യുന്നതിനുള്ള അടുത്ത ഫാക്റ്റാണ് ഉറക്കവും വളരെ അനിവാര്യമാണ്. ഒരു ദിവസം ഒരു സർട്ടൺ അവേഴ്സ്, ഒരു 8-9 മണിക്കൂറൊക്കെ നല്ല ഉറക്കം ആണ്. അത് മെമ്മറിക്കും ബ്രെയിൻ സെല്ലിനും ഒക്കെ വളരെ അത്യന്താപേക്ഷിതമാണ്. സ്റ്റേ കണക്റ്റഡ്. റിസ്ക് ഫാക്ടേഴ്സ് നമ്മൾ കൺട്രോൾ ചെയ്യണം. റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രഷർ കൺട്രോൾ ചെയ്യണം, ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യണം, കൊളസ്ട്രോൾ ലെവൽ കൺട്രോൾ ചെയ്യണം. ഇതൊക്കെ നമുക്ക് ഈ റിസ്ക് കുറയ്ക്കുന്നതിന് സഹായിക്കും. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ റൂട്ടീൻ ചെക്കപ്പും കാര്യങ്ങളുമൊക്കെ ചെയ്യുക. സ്റ്റേ കണക്റ്റഡ്. നമ്മൾ വളരെ സോഷ്യലി കണക്റ്റഡ് ആയിരിക്കണം. ലവ്ഡ് വൺസുമായിട്ടും എല്ലാവരുമായിട്ടും അപ്പോൾ അത് നമുക്ക് ഹാപ്പിനെസ് കിട്ടും. ഹാപ്പിനെസ് നമ്മളെ ബ്രെയിൻ സെല്ലിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ബ്രെയിൻ സെല്ല് വളരെ ആക്റ്റീവായിട്ടിരിക്കുന്നതിന് അതും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ തലയെ പ്രൊട്ടക്റ്റ് ചെയ്യണം. എസ്പെഷ്യലി പീപ്പിൾ ട്രാവലിങ്, ബൈക്കിലൊക്കെ ട്രാവൽ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഹെൽമറ്റ് കമ്പൽസറി വെയർ ചെയ്യണം. ഹെഡ് ഇഞ്ചുറി ഉണ്ടാവാതിരിക്കണം. അതുപോലെ ഓൾഡർ പീപ്പിൾ, അവർക്കൊക്കെ കൂടുതലും സംഭവിക്കുന്ന ഇങ്ങനെ വീഴ്ചകൾ. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി തലയൊക്കെ ഇടിച്ച് വീണാൽ അത് ഇങ്ങനെയുള്ള ബ്രെയിൻ സെല്ലുകളൊക്കെ ഡാമേജ് ആവുന്നതിന് കാരണമാവും. സ്ട്രെസ് മാനേജ് ചെയ്യുക. ലോങ് ടൈം ഒന്നും അത് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കരുത്. അതിന് വേണ്ട എക്സസൈസുകൾ റെഗുലറായിട്ട് ചെയ്ത് അത് മാനേജ് ചെയ്യണം. ആദ്യമേ പറഞ്ഞതുപോലെ ഇത് മേ നോട്ട് ബി കംപ്ലീറ്റ്ലി പ്രിവെൻറ്റബിൾ അല്ല. ബട്ട് ബൈ മേക്കിംഗ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ കൊണ്ട് നമുക്കിതിൻ്റെ റിസ്ക് ഫാക്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക,
ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ഇത്തരം വീഡിയോകളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ഇത് വാച്ച് ചെയ്ത നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം. ബൈ നൗ.